ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. നാളികേരം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറണ വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലോണം കഴുകിയ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി 2 പച്ചമുളക് നടുവ് കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നാളികേര പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ നേരെ ഗ്യാസുമ്മേൽ എടുത്ത് വയ്ക്കുക. ഇനി ഇതൊന്നും തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതൊന്നും താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുക. ചുവന്നുള്ളി വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ വാട്ടിയെടുത്ത മിക്സ് നമ്മൾ ഈ ചെമ്മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ്.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാണ് അമർത്തുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.